എന്താണ് ഈ കച്ചത്തീവ് പ്രശ്നം? നിലവിലെ വാർത്ത എന്തെന്നാൽ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാതെ കച്ചത്തീവ് ഐലൻഡ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതിന്റെ വിമർശനമാണ് പ്രധാനമന്ത്രി DMK പാർട്ടിയുടെ മേൽ നടത്തുന്നത്. ഇന്നത്തെ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പാക് കടലിടുക്കൽ, കൃത്യമായി പറഞ്ഞാൽ രാമേശ്വരത്ത് നിന്ന് 33 കിലോമീറ്ററും ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് 62 കിലോമീറ്ററും അകലെയായി സ്ഥിതി ചെയ്യുന്ന കച്ചത്തീവ് ദ്വീപിന്റെ അവകാശവാദത്തെ തുടർന്നുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചത്തീവ് ദ്വീപിൽ ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് മൂലം നൂറ്റാണ്ടുകളായി ജനവാസം ഉണ്ടായിട്ടില്ല. എന്നാലും ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ വിശ്രമിക്കുന്നതിനും മറ്റുമായി ഇവിടം സന്ദർശിക്കാറുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ ദ്വീപ് രൂപപ്പെട്ടത് എന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു. 26-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെന്റ് ആന്റണീസ് ചർച്ച് മാത്രമാണ് കച്ചത്തീവിലെ ആകെയുള്ള മനുഷ്യനിർമ്മിതി. മധ്യകാലത്ത് ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി. 1974-ലെ ഇൻഡോ മാരിടൈം കരാർ പ്രകാരം പാക് കടലിടുക്ക് മുതൽ രാമസേതു വരെയുള്ള അതിർത്തി നിർണ്ണയിക്കാനും മാന്നാർ ഉൾക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും തർക്കപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. ഈ കരാറിൽ ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയും ഒപ്പുവെച്ചു. അതിനുശേഷം ഈ ദ്വീപ് ശ്രീലങ്കയുടെ കീഴിലുമായി. മത്സ്യസമ്പത്ത്, ചിപ്പി, കക്ക എന്നിവയുടെ ലഭ്യത കൂടുതൽ കാരണം മത്സ്യബന്ധനത്തിന് വേണ്ടി ഇന്ത്യക്കാർ കൂടുതൽ അവിടം പോകുന്നത് പതിവായിരുന്നു. പക്ഷേ 1999-ൽ ശ്രീലങ്കൻ ആഭ്യന്തര കലാപം അവസാനിച്ചതിനു ശേഷം ഇന്ത്യക്കാരുടെ മത്സ്യബന്ധനം നിരോധിച്ചു. ഇതൊക്കെയാണ് കച്ചത്തീവിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. കച്ചത്തീവിനെ കുറിച്ച് ഇത് കൂടാതെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ.